I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please Lord give me a sign, a sign. I wanna be the greatest. Everybody on the fake shit. I look around and feel like everybody is the fakest. I make this. ഹലോ ഫ്രണ്ട്സ്, ഞാൻ BibinBenny. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് അത് ഓഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡോമിനേറ്റർ X4000 എന്ന് പറയുന്ന മോഡലാണത്. അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വാഹനം. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കാം. ഡോമിനേറ്റർ X4 വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. ഓവർ സൈസ്ഡ് ഷാഫ്റ്റ് ഡ്രൈവ് മെക്കാനിസം ഒക്കെ കൊടുത്തിട്ടാണ് ഫ്രണ്ടിലേക്കും റിയറിലേക്കും ഒക്കെ ഡ്രൈവ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഡോമിനേറ്റർ X4 വരുന്നത് ഒരു സെൻട്രൽ മൗണ്ടഡ് എഞ്ചിനാണ്. അതായത് ഡ്രൈവറിൻ്റെയും കോ ഡ്രൈവറിൻ്റെയും കൂടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള ആ കൺസോൾ ഉണ്ടല്ലോ, ആ കൺസോളിൻ്റെ അടിയിലായിട്ടാണ് എഞ്ചിൻ വരുന്നത്. ഈ എഞ്ചിൻ ഒരു V ടൈപ്പ് ട്വിൻ സിലിണ്ടർ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. ഡോമിനേറ്റർ X4 86 HP പവറും അതേപോലെ 103 Nm ടോർക്കുമാണ് വരുന്നത്. കംപ്രഷൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 10.5:1 ആണ്. കംപ്രഷൻ റേഷ്യോ ആണ് ഒരു എഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നത്. അതിൻ്റെ പവർ ഔട്ട്പുട്ടൊക്കെ ഈ കംപ്രഷൻ റേഷ്യോനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. വാഹനത്തിൻ്റെ ലെങ്ത്ത് 3962 mm വെഡ്ത്ത് 1676 mm ആണ് വരുന്നത്. ഹൈറ്റ് 2108 ആണ് കേട്ടോ. ഡോമിനേറ്ററിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ചസ് ആണ് കേട്ടോ. അത് MM കൺവേർട്ട് ചെയ്യുമ്പോൾ 406 mm മാറും. അത് മഹേന്ദ്ര താറിൻ്റെ ഇരട്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നാണ് ഇതിൻ്റെ സാരം കേട്ടോ. വീൽ ബേസ് 1625 mm ആണ് വരുന്നത്. ഫ്രണ്ടിലെയും റിയറിലെയും വീൽ സൈസ് നോക്കുകയാണെങ്കിൽ 15 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ ഡോമിനേറ്റർ X4 ഏറ്റവും വലിയൊരു ഭാഗമാണ് അതിൻ്റെ സസ്പെൻഷൻ. ഇപ്പോൾ ഓഫ് റോഡിങ് വാഹനങ്ങളുടെ സസ്പെൻഷനാണ് അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ 355 mm ട്രാവൽ ലെങ്ത്ത് ഉണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 355 mm എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രമാത്രം ട്രാവൽ ലെങ്ത്ത് ഉണ്ട്, ഏതൊക്കെ ടെറൈനിൽ ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതും കൂടെ അതിൻ്റെ സസ്പെൻഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഡോമിനേറ്റർ X4 ലോഡ് കപ്പാസിറ്റി 907 kg ആണ് കേട്ടോ. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ പറയുന്നതാണ്. വാഹനത്തിൻ്റെ കേർബ് വെയിറ്റ് നോക്കുകയാണെങ്കിൽ 884 kg ആണ് വരുന്നത്. ഡോമിനേറ്റർ X4 ടാങ്ക് കപ്പാസിറ്റി 34 ലിറ്റർ ആണ്. ഈ വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് 101 km/h ആണ് കേട്ടോ. ഡോമിനേറ്റർ X4 ഒരു 5 സീറ്റർ വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിലായല്ലോ. ഞാൻ അതിനെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വാഹനത്തിൻ്റെ പവർ പ്ലാന്റിൽ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1000 cc വരുന്ന വാട്ടർ കൂൾഡ് എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സെൻട്രൽ മൗണ്ടഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആ സെൻട്രൽ മൗണ്ടിങ് വരുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി CG ഒക്കെ നല്ല രീതിയിൽ ഇൻക്രീസ് ആവും. അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ആ ബോണറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ മെക്കാനിസങ്ങളും അതേപോലെ ബാറ്ററിയൊക്കെയാണ് ഫ്രണ്ടിലുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു ഡിക്കി സ്പേസ് ഒക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു ടെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടെയിൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനൊക്കെ കഴിയും കേട്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടിൽറ്റ് ചെയ്യാം. ഇതിൻ്റെ വാല് നമുക്ക് പൊക്കാനും താഴ്ത്താനൊക്കെ ആയിട്ട് കഴിയുന്നുള്ളതാണ്. അതിലും ഉപയോഗിച്ചിരിക്കുന്നത് ഹൈഡ്രോളിക് മെക്കാനിസമാണ്, ഓട്ടോമാറ്റിക് മെക്കാനിസമാണ്. അപ്പോൾ ഈ വാഹനം അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതായത് ഇന്ത്യൻ റോഡുകളിൽ ഓൺ റോഡിൽ നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാനായിട്ട് കഴിയില്ല, അതിനുള്ള അനുമതിയില്ല. പക്ഷേ ഈ വാഹനം ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ, എങ്ങനെയുള്ള പർപ്പസുകൾക്ക് നമുക്കിത് ഉപയോഗിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ റിസോർട്ടുകളൊക്കെ നടത്തുന്ന ആളുകൾ. അപ്പോൾ നമുക്ക് ചില റിസോർട്ടുകൾ കാണാം, ചിലതൊക്കെ ഫോറസ്റ്റിന് നടുക്കായിരിക്കും, നമ്മൾ ട്രെക്കിംഗ് ചെയ്ത് പോകണം, ഇല്ലെങ്കിൽ ഇതേപോലെ ഓഫ് റോഡിങ്ങിലൊക്കെ പോയിട്ട് വേണം ചില റിസോർട്ടുകളൊക്കെ റീച്ച് ആവാൻ. അപ്പോൾ അങ്ങനെയുള്ള റിസോർട്ടുകൾ നടത്തുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനെയൊരു വാഹനം ഉണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് തന്നെ അവരുടെ കസ്റ്റമേഴ്സിനെ ലൊക്കേഷനിലേക്ക് എത്തിക്കാനൊക്കെ കഴിയും. അതുമാതിരി ട്രെക്കിങ്ങിനൊക്കെ ഏറ്റവും നല്ല ഒരു വാഹനമാണ്. മൾട്ടി ടെറൈൻസിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നുള്ളതാണ് ഈ വാഹനത്തെ. ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് മഡി ടയേഴ്സാണ്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് വെതർ കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതേമാതിരി വെറ്റ് ആൻഡ് മഡി കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാനായിട്ട് കഴിയും ഈ ടയേഴ്സ് ഉണ്ടെങ്കിൽ എന്നാണ് അതുകൊണ്ട് ഒരു ഉദ്ദേശം. അപ്പോൾ ഈ ഓഡ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണെന്ന് പറഞ്ഞു. അമേരിക്കയിലെ ഡിഫറെൻറ്റ് ക്ലൈമറ്റ് വേരിയേഷനിൽ ഈ വാഹനത്തെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹണ്ടിങ്ങിനൊക്കെ പോകുന്ന ആളുകൾ, അവിടുത്തെ ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന വാഹനങ്ങൾ ഈ രീതിയിലുള്ള വാഹനങ്ങളാണ്. ഡോമിനേറ്റർ X4 ഒരു 4x4 വാഹനമാണ്. 4 വീലുകളിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാനായിട്ട് കഴിയും.
1000cc എഞ്ചിനിൽ വരുന്ന ഡോമിനേറ്റർ X4 മൾട്ടി ടെറൈൻസിൽ ട്രാവൽ ചെയ്യാനായിട്ട് കഴിയും, ഇതിന് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതൊരു യൂട്ടിലിറ്റി ടെറൈൻ വെഹിക്കിളാണ് കേട്ടോ. അതായത് അമേരിക്കയിലൊക്കെ അവർ സ്പെഷ്യലായിട്ട് ഇങ്ങനെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനൊരു വാഹനം ഇല്ല നമ്മൾ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീലേഴ്സ് ഈ വാഹനം കൊണ്ടുവന്നിരിക്കുന്നത് ദി വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഒരു ട്രൂ വാല്യൂ കാർസിൻ്റെ അതുപോലെ ബൈക്സിൻ്റെ ഒക്കെ ഒരു ഡീലേഴ്സാണ് ഇവർ. അപ്പോൾ ബാംഗ്ലൂരിൽ അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡിൽ വാഹനങ്ങൾ വളരെ വില കുറഞ്ഞ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സമീപിക്കാം. ഇവരുടെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇവരുടെ കയ്യിലുള്ളത് പ്രീമിയം ബൈക്കുകളും കാറുകളാണ്. ഡോമിനേറ്റർ X4 എഞ്ചിൻ 1000cc വരുന്ന ട്വിൻ സിലിണ്ടർ എഞ്ചിനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഹാർലി ഡേവിഡ്സണിലൊക്കെ കണ്ടുവരുന്ന ആ കോൺസെപ്റ്റിലുള്ള ടൈപ്പ് കോൺസെപ്റ്റിലുള്ള ഒരു 2 സിലിണ്ടറുള്ള എഞ്ചിനാണ് ഇതിലുള്ളത്. ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ കമ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിക് ആയിട്ട് കുറച്ച് സ്വിച്ചുകൾ മാത്രം കൊടുത്തിരിക്കുന്നു. ഹൈ ബീമിൻ്റെയും ലോ ബീമിൻ്റെയും അതുപോലെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ സ്വിച്ചുകളാണ്. ഹസാർഡ് സ്വിച്ചൊക്കെ ഉണ്ട് അവിടെ. ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ഹെഡ് ലാമ്പും ടെയിൽ ലാമ്പൊക്കെ വരുന്നത് മാക്സിമം LED ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡോമിനേറ്റർ X4 ബോഡി നിർമ്മിച്ചിരിക്കുന്നത് മാക്സിമം മെറ്റൽ ഫ്രെയിമുകൾ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൂടെ തന്നെ പ്ലാസ്റ്റിക് ഫൈബേഴ്സ് മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതിൻ്റെ ഒരു കോമ്പിനേഷൻ കാണാം. വാഹനത്തിൻ്റെ വെയിറ്റ് മാക്സിമം ഇതിലൂടെ മിനിമൈസ് ചെയ്തിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വാഹനത്തെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡീലറിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് കഴിയും. ഇതിൻ്റെ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പ്രീമിയം വാഹനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാവുന്നതാണ്. ധാരാളം ബൈക്കുകളാണെങ്കിലും കാറുകളാണെങ്കിലും ഇതേപോലെയുള്ള മൾട്ടിപർപ്പസ് വെഹിക്കിൾസൊക്കെ ഇവരുടെ അടുത്തുകൊണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് വരാം. ഇത് നമ്മളെ ചാനലിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ സജഷൻസ് നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള വീഡിയോസൊക്കെ മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇങ്ങനെ എനേബിൾ ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള നല്ല നല്ല അപ്ഡേഷൻസുമായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ മറക്കേണ്ട, അത് വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ബാംഗ്ലൂരിൽ ഉള്ള ഈ സ്ഥാപനമാണ് നമുക്ക് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ധാരാളം വാഹനങ്ങളുണ്ട് കേട്ടോ, പ്രീമിയം ശ്രേണിയിൽ വരുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ചിന്ന ഗുഡ് ബൈ.